PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. വളരെ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്, വിത്ത് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ചോദ്യം, ഇഫ് യു ഹാഡ് ടോൾഡ് ദി ട്രൂത്ത് ദേ ഡാഷ് യു. ഇഫ് യു ഹാഡ് ടോൾഡ് ദി ട്രൂത്ത് ദേ ഡാഷ് യു. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ് കേട്ടോ, വുഡ് ഹാവ് ബിലീവ്ഡ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഇഫ് ക്ലോസ് ആണ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ, അതിൽ 3 കണ്ടീഷൻ വരുന്നുണ്ട്, ഏതൊക്കെയാണെന്നൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഇഫ് ക്ലോസിൽ നമ്മൾ 3 കണ്ടീഷൻ പഠിച്ചു. ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു പഠിച്ചത്? ഇഫ് ക്ലോസിൽ V1 അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ അല്ലേ, നമ്മുടെ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും വരിക? വില്ല് അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ ഷാൽ അല്ലെ, മേ, അങ്ങനെയുള്ളതൊക്കെയാണ് മെയിൻ ക്ലോസിൽ വരിക. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പഠിച്ചത് ഇഫ് ക്ലോസിൽ V2 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് അങ്ങനെയുള്ളതൊക്കെയാണ് വരിക അല്ലേ. ഇനി അടുത്തത് മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പഠിച്ചു. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരിക അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയൊക്കെ വില്ലും ഷാലും അതിൻ്റെ കൂടെ V1 ഫോമാണ് വരിക അല്ലേ. V1 ഫോമാണ് 1ഉം 2ഉം. ആദ്യത്തെ 2 കേസിലും V1 ആണ് വരിക. മൂന്നാമത്തെ കേസിൽ മാത്രമാണ് വുഡ് ഹാവ് പ്ലസ് V3 വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത്, അതായത് ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് ഹാവ് പ്ലസ് V3 വരണം. അപ്പോൾ ഇവിടെ വുഡ് ഹാവ് വെച്ചിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ B ആണ്. പെട്ടെന്ന് നമ്മൾ ആൻസറിലോട്ട് എത്തി അല്ലേ. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ ഈ കണ്ടീഷൻ പഠിച്ചിരിക്കുക കേട്ടോ. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ഇഫ് ക്ലോസിൽ V1 ഫോം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്ലോസിൽ വിൽ അല്ലെങ്കിൽ ഷാൽ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ പ്ലസ് V1 ഫോം ആയിരിക്കും. ഇനി നമ്മുടെ ഇഫ് ക്ലോസിൽ V2 ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് മെയിൻ ക്ലോസിൽ എന്തായിരിക്കും? വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് ഒക്കെ ആയിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് ഹാഡ് പ്ലസ് V3 ആണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. കിട്ടിയോ? അടുത്ത ചോദ്യം, നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഹോം എവറി വീക്ക്. നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഹോം എവറി വീക്ക്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്, ഗോ ആണ് വരുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ നെയ്തർ നോർ വെച്ചിട്ട് 2 സബ്ജക്റ്റിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. രാജു എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് സബ്ജക്റ്റും ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെ 2 സബ്ജക്റ്റിനെ നെയ്തർ നോർ വെച്ച് കണക്ട് ചെയ്താൽ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ട് വേണം വെർബ് ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നെയ്തർ നോർ വെച്ച് 2 സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ സബ്ജക്റ്റ് ആരാണ്? ഹിസ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പ്ലൂരലാണ്. അപ്പം നമ്മുടെ പ്ലൂരൽ വെർബ് എടുക്കണം. പ്ലൂരൽ ഏതാ ഇതിൽ? ഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S വരുന്നതൊക്കെ എന്താ? സിംഗുലർ ആണ്.
പിന്നെ ഈസ് ഗോയിങ് വരില്ല, വാസ് ഗോയിങ് വരില്ല. ഗോ എന്നുള്ളതാണ് പ്ലൂറലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഗോ ആണ്. നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഗോ ഹോം എവറി വീക്ക്. എന്തുകൊണ്ടാണ് ഗോ വന്നേ? നെയ്തർ നോർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ട് വേണം വെർബ് ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഈ നെയ്തർ നോർ മാത്രമല്ല, അതുപോലെ ഈ രണ്ടാമത്തെ സബ്ജക്റ്റ് വരുന്ന കേസുകൾ ഏതൊക്കെയാണ്? ഓർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നോറ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എയ്തർ ഓർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ, എയ്തർ ഓർ, നെയ്തർ നോർ, ഓർ നോർ, ഇതൊക്കെ വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും രണ്ടാമത്തെ സബ്ജക്റ്റിനെ വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫസ്റ്റ് സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്ന ചില കേസ് ഉണ്ട്. അതായത് എലോങ് വിത്ത്, അതുപോലെ ആസ് വെൽ ആസ്, അതുപോലെ ടുഗെദർ വിത്ത്, നെക്സ്റ്റ് ആസ് മച്ച് ആസ്, ഇൻ അഡീഷൻ ടു, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെ ആയിരിക്കും. ഓക്കെ, അപ്പം എലോങ് വിത്ത്, ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത്, ആസ് മച്ച് ആസ്, ഇൻ അഡീഷൻ ടു, ഇതെല്ലാം വെച്ച് നമ്മൾ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചിട്ട് വേണം വെർബ് ചൂസ് ചെയ്യാൻ. ഇനി നെയ്തർ നോർ, എയ്തർ ഓർ നോർ, ഇതൊക്കെ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചിട്ട് വേണം വെർബ് ചൂസ് ചെയ്യാൻ. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, ഹി ഈസ് സീനിയർ ഡാഷ് മീ ഇൻ കോളേജ്. ഇവിടെ എന്താണ് വരിക? ഓപ്ഷൻ ഡി ആണ്, ടു ആണ് വരിക. ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് വരിക. എന്തുകൊണ്ടാണ് വന്നേ? സീനിയറിന്റെ കൂടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ടു ആണ്, അല്ലേ? അപ്പൊ ഇതുപോലെ ടു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, അതൊന്ന് പഠിച്ചിരിക്കണം. ഇവിടെ നോക്കാം, സീനിയറിന്റെ കൂടെ ടു ആണ് യൂസ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ സീനിയർ, ജൂനിയർ, ആൻറ്റീരിയർ, സുപ്പീരിയർ, പോസ്റ്റീരിയർ, ഇൻഫീരിയർ. ഓക്കെ, ഇങ്ങനെയുള്ള വേർഡ്സിൻ്റെ എല്ലാം കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുപോലെ എൽഡർ കേട്ടോ, എൽഡറിൻ്റെ കൂടെ ടു ആണ് യൂസ് ചെയ്യുക. സീനിയർ, ജൂനിയർ, ആൻറ്റീരിയർ, സുപ്പീരിയർ, പോസ്റ്റീരിയർ, ഇൻഫീരിയർ, ഇങ്ങനെയുള്ള വേർഡ്സിൻ്റെ കൂടെ എല്ലാം നമ്മൾ എപ്പോഴും റെഫർ, അതെല്ലാം പ്രിഫറബിൾ, അതിൻ്റെ കൂടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ടു ആണ് യൂസ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അടുത്തത്, എവ്രി വൺ പാസ്ഡ് ദി എക്സാമിനേഷൻ. ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ഇപ്പം ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഈ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എവ്രി വൺ പാസ്ഡ് ദി എക്സാമിനേഷൻ, ഇവിടെ നെഗറ്റീവ് മീനിങ് തരുന്ന എന്തെങ്കിലും വേർഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എന്തുവാണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് എന്ത് വരണം? നെഗറ്റീവ് ടാഗ് ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അതൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആണ്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഓക്സിലറി വേർബ് ഉണ്ടോ എന്നുള്ളതാണ്. ഓക്സിലറി വേർബ് ഇവിടെ ഉണ്ടോ? ഇല്ല, അല്ലേ? ഓക്സിലറി എന്ന് പറയുമ്പോൾ ഈസ്, ആർ, അല്ലേ, ഡു, ഡിഡ്, ഡസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. വാസ്, ഹാസ്, ഹാവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല. അപ്പോൾ ഓക്സിലറി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. മെയിൻ വെർബ് എന്ന് പറയുന്നത് ഇവിടെ എന്താ? പാസ്ഡ് ആണ്. പാസ്ഡ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡിഡ് പ്ലസ് പാസ് ആണ് പാസ്റ്റ്. അപ്പോൾ പാസ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഡിഡ് ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് വരും? ഡിഡ് നോട്ട് എന്നുള്ളത് ചേർക്കണം, അല്ലേ? അപ്പോൾ ഡിഡിൻറ്റ് എന്ന് വന്നു. ഇനി ഡിഡിൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഡിഡിൻറ്റ് ദേയും ഉണ്ട്, ഡിഡിൻറ്റ് ഹീയും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ഇനി ഇവിടെ സബ്ജക്റ്റ് വരാനായിട്ട് ഇവിടെ എവ്രി വൺ എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിലും നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ടാഗിൽ വരുമ്പോൾ എപ്പോഴും അതിൻ്റെ പ്രൊനൗൺ എന്ന് പറയുന്നത് ദേ ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ദേ എന്ന് പറയുന്ന പ്രൊനൗൺ ആയിട്ടാണ്. എവ്രി വൺ, എവ്രിബഡി ഒക്കെ വരുന്ന സമയത്ത് ദേ ആണ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിഡിൻറ്റ് ദേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ടാഗ് എളുപ്പമാണ്. അപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കി. ടാഗ് നെഗറ്റീവ് ആണ്. ഇനി ഓക്സിലറി ഉണ്ടോ എന്ന് നോക്കി. ഇല്ല. അപ്പോൾ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തു. ഡിഡ് പ്ലസ് പാസ് ആണ്. സോ ഡിഡ് എന്ന് പറയുന്ന വെർബ് കിട്ടി. ഡിഡിൻറ്റ് ആക്കി. നെഗറ്റീവ് ആകണമെങ്കിൽ ഡിഡിൻറ്റ് ആയി. പിന്നെ ദേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വന്നത്? എവ്രി വൺ ആയതുകൊണ്ട് നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറലായി എന്താണ് നമ്മൾ പ്രൊനൗൺ, അല്ലേ? ദേ എന്ന് പറയുന്ന പ്രൊനൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എവ്രി വണ്ണിന് പകരം നമ്മൾ ദേ എന്ന് പറഞ്ഞ് യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഡിഡിൻറ്റ് ദേ. അടുത്ത ചോദ്യം, ഡാഷ് ഓണസ്റ്റ് മാൻ ഈസ് ദ നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്.
ഡാഷ് ഓണസ്റ്റ് മാൻ ഇസ് ദ നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. എന്താണ് ഓണസ്റ്റിന്റെ ഫ്രണ്ടിൽ എന്താ വരിക? ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് വരിക. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എച്ച് സൈലൻ്റാണ്. നമ്മൾ വായിക്കുമ്പോൾ ഓണസ്റ്റ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഓ എന്ന് പറയുന്ന മലയാള സ്വരാക്ഷരമാണ് നമ്മളിവിടെ ഉച്ചരിക്കുമ്പോൾ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ആർട്ടിക്കിൾ സെലക്ട് ചെയ്യുന്നത് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളുടെ ഉച്ചാരണമാണോ നമ്മൾ പറയുമ്പോൾ വരുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ യു വെച്ചിട്ട് നമ്മൾ പറയും വൊവൽ സൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. പക്ഷേ യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ എഴുതി നോക്കിക്കേ. അപ്പോൾ നമ്മളവിടെ വായിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി എന്നാണ് വായിക്കുന്നത്. യൂണിവേഴ്സിറ്റി. ഈ യു എന്ന് പറയുന്നത് മലയാളത്തിലെ എന്തക്ഷര? സ്വരാക്ഷരമാണോ വ്യഞ്ജനമാണോ? വ്യഞ്ജനാക്ഷരം അല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മൾ അവിടെ ആൻ യൂസ് ചെയ്യാൻ പറ്റില്ല, എ യൂസ് ചെയ്യണം. എന്തുകൊണ്ടാണ്? മലയാളത്തിലെ വ്യഞ്ജനാക്ഷരമാണ് അവിടെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, ഇനി മലയാളത്തിലെ ഇവിടെ നോക്കും, ഇവിടെ എച്ച് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, പക്ഷെ പറയുമ്പോൾ ഓണസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ മലയാളത്തിലെ സ്വരാക്ഷരമാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം? ആൻ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉച്ചരിക്കുന്നത് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളുടെ രൂപത്തിലാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ആൻ എപ്പോഴും ചേർക്കേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മൾ എഴുതുന്നത് വവൽ സൗണ്ട് ആണോ എന്ന് നോക്കിയിട്ട് ഒരിക്കലും നമുക്കത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുപോലെയാണ് യൂറോപ്യൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ ഈല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വവൽ സൗണ്ട് ആണ്. പക്ഷേ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ യു എന്നാണ് പറയുന്നത്. അപ്പോൾ എ ആണ് അതിൻ്റെ ഫ്രണ്ടിൽ ചേർക്കുക. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അതേസമയം അംബ്രല എന്ന് പറയുമ്പോൾ നമ്മൾ ആ എന്നാണ് ഉച്ചരിക്കുന്നത്. യു ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ആ ആണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ അത് സ്വരാക്ഷരമാണ്. സോ നമ്മൾ ആൻ യൂസ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ആൻ എന്ന് പറയുന്നത് എപ്പോഴും മലയാളത്തിലെ സ്വരാക്ഷരങ്ങളുടെ ഉച്ചാരണം വരുന്നതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുക. എ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരങ്ങളുടെ ഫ്രണ്ടിലുമാണ് യൂസ് ചെയ്യുക. ദ എന്ന് പറയുന്നത് എവിടെയാണ് യൂസ് ചെയ്യുക? ഏതെങ്കിലും ഒരു കാര്യത്തെ സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, വീണ്ടും നമ്മൾ ആ ഒരാളെ പറ്റി എടുത്ത് പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യും. അതുപോലെ സ്പെസിഫിക് ആയിട്ടൊരു കാര്യത്തെ പറയുവാണെങ്കിൽ നമ്മൾ ദയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഐ സോ ഡാഷ് ഓഫ് ബീസ്. ഐ സോ എ ഡാഷ് ഓഫ് ബീസ്. ബീസിന്റെ കൂട്ടത്തെ എന്താണ് പറയുക? കളക്റ്റീവ് നൗൺ ആണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. സ്വാം എന്നാണ് പറയുക. സ്വാം ഓഫ് ബീസ് എന്നാണ് പറയുക. അപ്പോൾ ബീസ് അല്ലെങ്കിൽ എന്താണ്? ഇൻസെക്ട്സ്, ഫ്ലൈസ്, ഇതിൻ്റെ എല്ലാം കൂട്ടത്തെ നമ്മൾ എന്താണ് പറയുക? സ്വാം എന്നാണ് പറയുക. അപ്പോൾ സ്വാം ഓഫ് ബീസ്, ഫ്ലൈസ്, ഇൻസെക്ട്സ്, റാറ്റ് കേട്ടോ, റാറ്റ്സ്, അതിൻ്റെയൊക്കെ കൂട്ടത്തെ എന്താണെന്ന് പറയുക? സ്വാം എന്നാണ് പറയുക. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. സ്വാം ഓഫ് ബീസ്, സ്വാം ഓഫ് ഇൻസെക്ട്സ്, സ്വാം ഓഫ് ഫ്ലൈസ്, സ്വാം ഓഫ് റാറ്റ്സ്. ഓക്കെ, ഇനി ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കളക്റ്റീവ് നൗൺ പറയാം കേട്ടോ. PSC എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ചെണ്ണം. എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കളക്റ്റീവ് നൗൺ ആണ് എ ബോർഡ് എന്ന് പറയുന്നത്. എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട്, ഈ ഡയറക്ടേഴ്സൊക്കെ സംവിധാനത്തിൻ്റെ സമയത്ത് ഒരു ബോർഡൊക്കെ കയ്യിൽ വെച്ചിട്ട് ആക്ഷൻ കട്ടൊക്കെ പറയുക. അപ്പോൾ ആ ഒരു ബോർഡ് കയ്യിൽ വെച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, അതുപോലെ എ ക്യുവർ ഓഫ് ആരോസ്. എ ക്യുവർ ഓഫ് ആരോസ് ക്യുവർ കേട്ടോ. QUIVER. എ ക്യുവർ ഓഫ് ആരോസ്. ആരോസിന്റെ കൂട്ടത്തിനെ പറയുന്ന പേരാണ് ക്യുവർ എന്ന് പറയുന്നത്. ക്യുവർ. അടുത്തത് എ കോളനി ഓഫ് ബാക്ടീരിയ, അതുപോലെ ഫഞ്ചൈ. ബാക്ടീരിയൻ്റെയും ഫഞ്ചൈയുടെയും കളക്റ്റീവ് നൗണാണ് എ കോളനി എന്ന് പറയുന്നത്. എ കോളനി ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ ഫഞ്ചൈ. അതുപോലെ കാൻഡിഡേറ്റ്സിൻ്റെ കൂട്ടത്തെ പറയുന്നതാണ് എ സ്ലേറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഓർക്കാം? സ്ലേറ്റ്. അപ്പോൾ കാൻഡിഡേറ്റ്സ് ഒക്കെ പറയുമ്പോൾ അവരുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാനൊക്കെ കൊടുക്കുന്ന സ്ലേറ്റിലാന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഓർത്താൽ മതി കേട്ടോ. എ സ്ലേറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തത് എ ക്ലച്ച് ഓഫ് എഗ്സിൻ്റെ കൂട്ടത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? ക്ലച്ച്. എ ക്ലച്ച് ഓഫ് എഗ്സ് എന്നാണ് പറയുക. എ ക്ലച്ച് ഓഫ് എഗ്സ്. നെക്സ്റ്റ് എ വാഷ് ഓഫ് ഇമോഷൻസിൻ്റെ കൂട്ടത്തെ പറയുന്നതാണ് എ വാഷ് ഓഫ് ഇമോഷൻസ്. അപ്പോൾ ഇമോഷനൊക്കെ വരുമ്പോൾ നമ്മൾ കരയുമ്പോൾ നമുക്ക് മുഖമൊക്കെ വാഷ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ഇപ്പോൾ എ വാഷ് ഓഫ് ഇമോഷൻസ് കേട്ടോ. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എ ക്യൂവർ ഓഫ് ആരോസ്, എ കോളനി ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ ഫഞ്ചൈ, എ സ്ലേറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്, എ ക്ലച്ച് ഓഫ് എഗ്സ്, എ വാഷ് ഓഫ് ഇമോഷൻസ്. ഓക്കെ, അടുത്തത് ചൂസ് ദി കറക്റ്റ് സിനോണിം ഫോർ വിയറി. വിയറി എന്ന് പറയുന്നതിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. വിയറിയുടെ സിനോണിം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ടയേർഡ് ആണ് കേട്ടോ. ടയേർഡ് എന്നുള്ളതാണ് വിയറിയുടെ സിനോണിം എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സിനോണിംസ് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നോക്കാം. ടോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്
ഹാർഡാണ് കേട്ടോ. ടോയിൽ എന്ന് പറയുന്നതിൻ്റെ സിനോണിം എന്താണ്? വർക്ക് ഹാർഡ്. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാൻ പറ്റും? നമ്മുടെ വീട്ടിലുള്ള ടോയ്ലറ്റ് ഒക്കെ വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. വർക്ക് ഹാർഡ് കേട്ടോ. നന്നായിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിൽ ടോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഹാർഡ്. അടുത്തത് ഓഗസ്റ്റ്. ഓഗസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ സിനോണിമാണ് ഡിഗ്നിഫൈഡ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രീവിയസ് ഇയറിൽ. ഡിഗ്നിഫൈഡ്. ഓഗസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ എന്താണ്? ഡിഗ്നിഫൈഡ് ആണ്. ഡിഗ്നിഫൈഡ് കേട്ടോ. അടുത്തത് അബോറൻസ്. അബോറൻസ് സ്പെല്ലിംഗ് നോക്കുക. ABHORRENC. അബോറൻസ്. അബോറൻസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഹെയ്റ്റ്രഡ്. ഹെയ്റ്റ്രഡ് അഥവാ ഡിസ്ഗസ്റ്റ് ആണ് കേട്ടോ. ഡിസ്ഗസ്റ്റ്. ഹെയ്റ്റ്രഡ് അല്ലെങ്കിൽ ഡിസ്ഗസ്റ്റ് ആണ് അബോറൻസ്. ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നമ്മൾ ഹെയ്റ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ അടുത്തിരിക്കുവാണെങ്കിൽ നമുക്ക് ബോറടിക്കുന്ന ഓർത്താൽ മതി. ഓക്കെ, നമ്മൾ ഹെയ്റ്റ് ചെയ്യുന്ന, നമ്മൾ വെറുക്കുന്ന, നമ്മൾ ഹെയ്റ്റ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കുന്ന ഓർത്താൽ മതി. അപ്പോൾ അബോറൻസ്, ഹെയ്റ്റ്രഡ് ആണ് അതിൻ്റെ സിനോണിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോയിൽ, വർക്ക് ഹാർഡ്, ഓഗസ്റ്റ് ഡിഗ്നിഫൈഡ്, അബോറൻസ്, ഹെയ്റ്റ്രഡ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴും കുറച്ച് സിനോണിംസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു പോവുക. അല്ലാതെയും നമ്മൾ സെപ്പറേറ്റ് സിനോണിംസിൻ്റെ ക്ലാസ് കോഡ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്. ഹാൻഡ് കർച്ചീഫ് എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഹാൻഡ് കർച്ചീഫ്. എങ്ങനെ പഠിക്കുന്നത്? ഹാൻഡ്, ആദ്യം ഹാൻഡ് എന്ന് എഴുതാം. നമ്മുടെ കൈ എന്ന് പറയുന്ന മീനിങ് ആണ് ഹാൻഡ്. പിന്നെ കർ, KER. പിന്നെ ചീഫ്, CHIEF. ചീഫിൻ്റെ സ്പെല്ലിംഗ് നമുക്കറിയാം, ഹാൻഡിൻ്റെ സ്പെല്ലിംഗ് അറിയാം, കർ അറിയാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചേർത്ത് വായിക്കുന്നത്. ഹാൻഡ് കർ ആണ്, KER. പിന്നെ ചീഫ് കേട്ടോ. ഹാൻഡ് കർച്ചീഫ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതുപോലെ കുറച്ച് കറക്റ്റ് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചില വേർഡ്സ് ഉണ്ട് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ ചില വേർഡ്സ് നോക്കുക. ചേഞ്ചബിൾ. ചേഞ്ചബിൾ എന്നെങ്ങനെ എഴുതുക? ചേഞ്ച് എന്ന് എഴുതുക, പിന്നെ ഏബിൾ എന്ന് എഴുതുക കേട്ടോ. CHANGE, ചേഞ്ച് എന്ന് എഴുതി, പിന്നെ ഏബിൾ, ABLE, ചേഞ്ചബിൾ. ഓക്കെ, അടുത്തത് ഷാംപെയിൻ. ഷാംപെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈൻ എന്നുള്ള ഒരു മീനിങ് ഒക്കെയാണ് ഷാംപെയിൻ. അതിൻ്റെ സ്പെല്ലിംഗ് ഷാംപെയിൻ എന്നാണ് പറയുന്നത്. പക്ഷെ സ്പെല്ലിംഗ് നോക്കുക. CHAMPAGNE. ഷാംപെയിൻ എന്നാണ് വായിക്കുക. അപ്പോൾ ഈ സ്പെല്ലിംഗ് നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഓർക്കാം? അതായത് CHAMP വരെ നമുക്ക് ചിലപ്പോൾ കിട്ടും. പെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ G ഒക്കെ എഴുതാനായിട്ട് മറന്നു പോകും. അപ്പോൾ അവിടെ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഷാംപെയിൻ എന്ന് പറഞ്ഞാൽ വൈൻ എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിനകത്തൊരു തീ ഇട്ട പോലെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അഗ്നി, നമ്മുടെ വയറ്റിനകത്തൊരു അഗ്നി വന്ന പോലെ ഇരിക്കുന്ന ഓർത്താൽ മതി. അഗ്നി, AGNE എന്നുള്ളതാണ് അവസാനം വരുന്നത്. ഓക്കെ, അപ്പോൾ CHAMPAGNE, അഗ്നി എന്നുള്ള രീതിക്ക് ഓർത്താൽ മതി. അവർ അഗ്നി എടുത്ത് വയറ്റിലിട്ടതുപോലെ പുകയും എന്നുള്ള രീതിയിലൊക്കെ ഓർത്താൽ മതി. ഓക്കെ, ഷാംപെയിൻ. അടുത്തത് അച്ചീവ്. അച്ചീവ്, ACHIEVE ആണ് കേട്ടോ. ഈ I കഴിഞ്ഞാണ് ഈ വരുന്നത്. അതായിരിക്കും എല്ലാവർക്കും കൺഫ്യൂഷൻ വരിക കേട്ടോ. ACHEIVE എന്നൊക്കെ എഴുതുന്നവരുണ്ടാകും. അപ്പോൾ അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വരുന്നത് I ആണ്. എങ്ങനെ ഓർക്കാം? അച്ചീവ്. എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആരായിരിക്കണം അച്ചീവ് ചെയ്യുക? ഞാനാണ് അച്ചീവ് ചെയ്യുന്നത്. ഇപ്പോൾ മുന്നേ വരുന്ന ആൾ I ആണെന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അച്ചീവ്. ഓക്കെ, അടുത്തത് ഗ്രാമർ. ഗ്രാമർ എന്ന് പറയുമ്പോൾ GRAMMAR ആണ് കേട്ടോ. രണ്ടിടത്തും A ആണ്. അപ്പോൾ അതെങ്ങനെ ഓർക്കാം? അമ്മ. ഗ്രാമർ എന്ന് പറയുന്നത് അമ്മ. അപ്പോൾ മക്കൾക്കൊക്കെ ഗ്രാമറൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അമ്മമാരാന്ന് ഓർത്താൽ മതി. ഓക്കെ, ഗ്രാമർ പഠിപ്പിക്കുന്ന ആരാണ്? അമ്മമാരാണ്. അപ്പോൾ അമ്മ എന്നുള്ളൊരു സ്പെല്ലിംഗ് അവിടെ വരുന്നുണ്ടെന്ന് ഓർത്താൽ മതി. അപ്പോൾ അവിടെ E ഒന്നും നമുക്ക് എഴുതാനായിട്ട് തോന്നത്തില്ല. പിന്നെ 2 M ഉണ്ട് എന്നുള്ളത് മാറിപ്പോകത്തില്ല. ഓക്കെ, അപ്പോൾ അമ്മമാരാണ് ഗ്രാമർ പഠിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. അടുത്തത് ലുക്കീമിയ. ലുക്കീമിയ എങ്ങനെ സ്പെല്ലിംഗ് വരുന്നത്? LEUKAE ആണ്. അത് തെറ്റിപ്പോവാനായിട്ട് ചാൻസ് ഉള്ളതാണ്. KAE എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാം? ലുക്കീമിയ. നിനക്ക് ലുക്കീമിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഏയ് ഇല്ല അല്ലേ. അപ്പോൾ ഏയ് എന്നാണ് പറയുക. അപ്പോൾ AE എന്നുള്ളതുണ്ട് എന്നുള്ളത് ഓർത്താൽ മതി. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കാം. അടുത്തത് സെപ്പറേറ്റ്. സെപ്പറേറ്റ് നമുക്ക് എപ്പോഴും ഇവിടെ PE ആണോ A ആണോ ആ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ARAT ആണ് കേട്ടോ. ചിലവർ CPERAT എന്ന് എഴുതാനുള്ള ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇവിടെ സെപ്പറേറ്റിന് ഇവിടെ ARA എന്നുള്ളതാണ്. എങ്ങനെ ഓർക്കുക? ഇവിടെ A
2A അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് R എഴുതിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി. സെപ്പറേറ്റ് എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിങ് സെപ്പറേറ്റ് ചെയ്തിട്ട് എനെ 2A സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ R എഴുതിയിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ A ആണ് രണ്ടിടത്തും വരുന്നത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ബൊക്കെ. ബൊക്കെ എന്ന് പറയുമ്പോൾ സ്പെല്ലിങ് നോക്കുക, BOUQUET. നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് ബൊക്കറ്റ് എന്നൊക്കെ വായിക്കാൻ തോന്നും, പക്ഷേ ബൊക്കെ എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. പക്ഷേ ബൊക്കറ്റ് എന്നുള്ള രീതിക്കാണ് സ്പെല്ലിംഗ് വരുന്നത്. എങ്ങനെ ഓർക്കാം? ബൊക്കെയൊക്കെ നമ്മൾ ഫ്ലവറൊക്കെ വെക്കുന്ന ഒരു ബക്കറ്റിലാന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി. അപ്പോൾ ബൊക്കയുടെ സ്പെല്ലിംഗ് ഇങ്ങനെ BOUQUET ആണ് കേട്ടോ. അടുത്തത് കേണൽ. കേണലിന് നമ്മൾ വായിക്കും, സ്പെല്ലിംഗ് എന്താ? കൊളോണൽ എന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ തെറ്റിട്ടില്ല, COLONEL ആണ് കൊളോണൽ. ഓക്കെ, അപ്പോൾ കൊളോണൽ അല്ല കേണലാണ്. സ്പെല്ലിംഗ് തെറ്റാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഈ രീതിയിൽ ഓർത്തിരിക്കുക, കേണൽ. ഓക്കെ, അപ്പോൾ ഇത്രയും വേർഡ്സൊക്കെ പഠിച്ചിരിക്കുക. നമ്മൾ സ്പെല്ലിംഗ് നമ്മൾ കറക്ഷൻ കോഡ് യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഒരുപാട് വേർഡ്സ് നമ്മൾ കോഡ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് സെലക്ട് ദി സ്യൂട്ടബിൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആൻ എബിലിറ്റി ടു മേക്ക് ഗുഡ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ടേക്ക് ക്വിക്ക് ഡിസിഷൻസ്. എന്താ? ഒരു നല്ല ജഡ്ജ്മെൻറ്റും പെട്ടെന്ന് തീരുമാനമൊക്കെ എടുക്കാനുള്ള ഒരു എബിലിറ്റീനെ പറയുന്ന അതിൻ്റെ വൺ വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ്, അതിനെന്താ പറയുക? അക്യൂമെൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പം നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് മെന്നാന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി കേട്ടോ. മെന്നാണ് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം അക്യൂമെൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. അടുത്തത് വൈൽ വാക്കിംഗ് ഇൻ ദ പാർക്ക് ഐ ഡാഷ് ആൻ ഓൾഡ് ഫ്രണ്ട്. പാർക്കിലൂടെ നടന്നു വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടുമുട്ടി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുമുട്ടുക എന്നുള്ളൊരു മീനിങ് വരുന്നത് ഇവിടെ കെയിം എക്രോസ് ആണ്. കെയിം എക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കണ്ടുമുട്ടുക. നമ്മുടെ എക്രോസ് ആയിട്ട് വരുമ്പോഴല്ലേ നമ്മൾ കണ്ടുമുട്ടുന്നത്. ആ ഒരു രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. കെയിം എക്രോസ്, കണ്ടുമുട്ടുക. ഇനി കെയിം ബൈ എന്താണ്? ടു ഫൈൻഡ് സംതിങ് ആണ് കേട്ടോ. ടു ഫൈൻഡ് സംതിങ് ആണ് കെയിം ബൈ എന്ന് പറയുന്നത്. കെയിം ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കെയിം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായം നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പബ്ലിക്കായിട്ട് പറയുക. പബ്ലിക്കായിട്ട് നമ്മുടെ അഭിപ്രായം പറയുക. അതിനെയാണ് കെയിം ഔട്ട് എന്ന് പറയുക. കെയിം ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു ടേക്ക് പ്ലേസ് അല്ലെങ്കിൽ ഹാപ്പൻഡ് എന്നുള്ളതാണ് കേട്ടോ. ടു ടേക്ക് പ്ലേസ് അല്ലെങ്കിൽ ഹാപ്പൻഡ് അല്ലെങ്കിൽ ടു സെപ്പറേറ്റ് എന്നുള്ള മീനിങ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ടു ടേക്ക് പ്ലേസ് അല്ലെങ്കിൽ ഹാപ്പൻഡ്, ടു ബിക്കം സെപ്പറേറ്റഡ് എന്നുള്ള മീനിങ് ഒക്കെയാണ് കെയിം ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 10 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ തുടർന്നും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.